ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഡോണറ്റ്സിൻ്റെതും ജാർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1.5 കപ്പ് മൈദ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് മൈദ കൊണ്ട് നമുക്കില്ലേ 6 ഡോണറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 6 ഡോണറ്റ്സിന് 1.5 കപ്പ് നമുക്ക് ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് ചെയ്താൽ മതി. 1.5 കപ്പ് എടുത്താൽ നമുക്ക് 6 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം 1.25 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ടൈം ഒന്ന് വെച്ചാൽ മതി പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1.25 ടീസ്പൂൺ ഈസ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബട്ടറാണ്. ബട്ടർ നിങ്ങൾക്ക് 1.5 ടീസ്പൂണാണ് കേട്ടോ ബട്ടർ എടുക്കുന്നത്. നല്ല റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാൻ നോക്കാം. അതിലേക്ക് ഇനി നമ്മൾ പാൽപ്പൊടി, അതായത് മിൽക്ക് പൗഡർ ഒരു 1.5 ടേബിൾ സ്പൂണാണ് എടുക്കേണ്ടത്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ തന്നെ ഷുഗർ ആഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ അരിപ്പയിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ അറിയാതെ അരിപ്പ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കി ആ ഒരു ഇത് വന്നു പോയതാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ എടുത്തിട്ട് ബൗളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്കൊരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മളിവിടെ 1/2 കപ്പ് മിൽക്ക് എടുത്ത് വെക്കുക. നിങ്ങൾ അത് കുറച്ചായി ഒഴിച്ചിട്ട് ഒരു ചെറിയ ചൂടുള്ള മിൽക്ക് എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് ഒഴിച്ച് നമ്മൾക്കൊന്ന് നല്ലോണം കുഴച്ചെടുക്കുക, ചപ്പാത്തീൻ്റെ ഒക്കെ ഒരു മാവ് പോലെ. അപ്പോൾ മിൽക്ക് എനിക്കിവിടെ 1/4 കപ്പേ ആവശ്യം വന്നിട്ടുള്ളൂ. നിങ്ങൾ കുറച്ച് അധികം എടുത്ത് വെച്ചിട്ട് ആവശ്യമുള്ളത് ഒഴിച്ച് നമുക്കിങ്ങനെ നല്ലോണം ഒന്ന് നല്ലൊരു ഒരു സോഫ്റ്റ് ഡോ ആണ് നമുക്ക് വേണ്ടത്. ഇതിൽ നിന്ന് നല്ലോണം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം ഒന്ന് അതിനെ സോഫ്റ്റ് ഡോ ആക്കി മാറ്റണം കേട്ടോ. എന്നിട്ട് ബൗളിലേക്ക് തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് പൊങ്ങാൻ വെക്കാം. ഒരു 2 hours ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് പൊങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് നീഡ് ചെയ്താൽ മതി. ഓവറായിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 6 ബൗൾസ് ഈക്വൽ ബൗൾസ് ആയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു കുറച്ച് മൈദ, അതായത് ഫ്ലോർ എടുത്തിട്ട് നമുക്ക് പരത്തിയാൽ മതി. ജസ്റ്റ് കൈകൊണ്ട് പരത്തിയാലും മതി. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട്. ഓവറായിട്ട് അധികം അതായത് കട്ടിയും പാടില്ല, അതേ പക്ഷെ അധികം കട്ടിയില്ലാതെ ആവാനും പാടില്ല. അപ്പോൾ ഒരു ലെവലിൽ പരത്തിയെടുക്കുക. എന്നിട്ട് ഇങ്ങനത്തെ വലിയ നോസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ബോട്ടിലിൽ ടോപ്പ് ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് കട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ എന്നിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇത് എന്താ പറയുക ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാം. ഇത് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. ചോക്ലേറ്റ് ഇതിലേക്ക് ഡിപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചോക്ലേറ്റിലൊന്ന് മുഴുവനായിട്ട് ഡിപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ട് അതിൽ നമുക്ക് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്താൽ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ ഇതങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ വെറുതെ കഴിക്കാനാണെങ്കിൽ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചാൽ മതി കേട്ടോ. അത് വൈറ്റ് ആയാലും ഡാർക്ക് ആയാലും ഒക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ബൗൾ പോലെ നല്ല പൊങ്ങി വരും, നല്ല ഭംഗിയിൽ വരും. ഈസ്റ്റ് ഇട്ട് നല്ല പൊങ്ങി വന്നാൽ ഇതുപോലെ തന്നെ കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 6 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ചോക്ലേറ്റ് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ഷുഗർ ബോൾസും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് പ്ലെയിൻ ആയിട്ട് മെൽറ്റ് ചെയ്തത് എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെയാണ് ഇത് ഡിപ്പ് ചെയ്യേണ്ടത് കേട്ടോ. ചോക്ലേറ്റ് ഗനാഷല്ല, വെറും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുക, ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ നല്ലോണം. എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക, ഈ ടൈ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ജാർ കേക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനാദ്യം തന്നെ ജാർ കേക്കിൻ്റെ ടോപ്പ് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജാറിലേക്ക് കേക്ക് ഈസി ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വെക്കുക. ആ ഒരു അളവിൽ തന്നെ നമുക്ക് എത്ര എണ്ണ വേണ്ടതെന്നുള്ളതിൽ ഒരു ജാറിൽ 2 പീസസാണ് ആവശ്യമുള്ളത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്യുക. ഇത് ചെറി സിറപ്പ് വെച്ചിട്ടാണ് വെറ്റ് ചെയ്യുന്നത്. വൈറ്റ് ഫോറസ്റ്റ് കേക്കാണല്ലോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ വെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ക്രീം ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിലായിട്ട് ക്രീം എടുക്കുക. എന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമുക്ക് ക്രീം ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ഇങ്ങനെ ചെറിയ പീസസ് ആക്കി ഇട്ടിട്ടും നമുക്ക് ജാർ കേക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ ഉണ്ടാക്കണമെന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തന്നെ എല്ലാ ക്രീമും ഇങ്ങനെ ഓരോ ജാറിലും നമ്മൾ നിറയ്ക്കണം. അതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്ത പീസ്
കേക്കും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഒന്നുകൂടെ വെറ്റ് ചെയ്യാൻ മറന്നു പോരുത്. വെറ്റ് ചെയ്തില്ലെങ്കിൽ ജാർ കേക്ക് കഴിക്കാൻ തീരെ രസം ഉണ്ടാവില്ല, അത് ടേസ്റ്റ് കുറയും. അപ്പോൾ ഇനി അടുത്തതും നമ്മൾ ക്രീം വെച്ച് കൊടുക്കുക, എന്നിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ജാർ കേക്ക് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ജാർ കേക്ക് നല്ലോണം എന്നിട്ട് തണുപ്പിക്കാൻ വെക്കുക ഫ്രിഡ്ജിൽ, എന്നിട്ടാണ് ഇത് കഴിക്കേണ്ടത്. ഇതിൻ്റെ മേലെ റിബൺ കെട്ടിയിട്ട് ഒരു സ്പൂണും കൂടെ കെട്ടി വെക്കണം. നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കപ്പ് കേക്കിൻ്റെ ബോക്സ് വാങ്ങാൻ കിട്ടും, അതിലേക്കാണ് ഞാനിവിടെ ഡോണറ്റ്സ് പാക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ നമുക്ക് ടേബിൾ സെറ്റിങ്സിന് നല്ല ഭംഗിയുണ്ടാവും. ഓരോ കളർ തീമിൽ ചെയ്യാൻ പറ്റും. ചോക്ലേറ്റിൽ കളർ മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജാർ കേക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബായ്.